വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ദീർഘദൂര ട്രെയിനുകൾക്കും കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ അധികൃതരുടെ കായംകുളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ കോർവയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നിവേദനവും സമർപ്പിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിലായിരുന്നു വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ദീർഘദൂര ട്രെയിനുകൾക്കും കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ അധികൃതരുടെ കായംകുളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും യാത്രക്കാരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തിയത്. കെ പി റോഡ് റെയിൽവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പിയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ സംഗമം റെയിൽവേ യൂസേഴ്സ് സോണൽ കമ്മിറ്റി മെമ്പർ തോമസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും കായംകുളത്തിന്റെ ഒരു ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രതിനിധികൾ, ഏത് പ്രതിനിധിയായാലും ജനപ്രതിനിധികൾ വേണ്ടവണ്ണം കാര്യങ്ങളിൽ ഇടപെട്ട് കായംകുളത്തിന് ആദ്യം മുതൽ തന്നെ ലഭിക്കേണ്ട പരിഗണന ലഭിക്കാൻ ഇടപെടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈവേയുടെ കാര്യത്തിലായാലും കായംകുളത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിലായാലും ഇവിടെ വണ്ടികൾ നിർത്തുന്ന കാര്യത്തിലായാലും എല്ലാം അത് തന്നെ. കോർവ റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഈ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന ഒട്ടനവധി ട്രെയിനുകൾ, ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇതുവഴി കടന്നു പോകുന്ന 12 ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി വസന്തരാജൻ സ്വാഗതം ആശംസിച്ചു. അബ്ദുൾ സത്താർ, അഡ്വക്കേറ്റ് യു മുഹമ്മദ്, പ്രേംസൻ, പാത്തുശ്ശേരി മനോഹരൻ, അബ്ദുൽ ലത്തീഫ്, സുരേന്ദ്രൻ കണിമംഗലം, ശംസുദ്ദീൻ, ഗിരിജ, കുൽസുമ്മ, പുഷ്പമണി, ഓമന, ഹക്കീം മാളിയക്കൽ, അഷറഫ് പായിക്കാട്, പി എസ് ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കുള്ള നിവേദനം സ്റ്റേഷൻ മാസ്റ്ററെ ഭാരവാഹികൾ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.